ഐക്യരാഷ്ട്ര സംഘടന എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ സംഘർഷങ്ങളാണ്. നിരപരാധികൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഏതാണ്ട് 75 വർഷത്തിലധികമായി എണ്ണമറ്റ മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യമായ യുക്രൈനിൽ റഷ്യ ശക്തമായി ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധശേഷം ഇനിയൊരു മഹായുദ്ധം ഉണ്ടായാൽ ലോകമുണ്ടാവില്ല എന്ന തിരിച്ചറിവിലാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് രൂപപ്പെട്ടത്. പക്ഷേ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പരിഹരിക്കുന്ന സംഘടനയല്ല, മറിച്ച് വെറുതെ പ്രതികരിക്കുന്ന സംഘടന മാത്രമാണ് എന്ന ചീത്തപ്പേരാണ് ഇപ്പോൾ UN പേറി നടക്കുന്നത്. എന്നാൽ ശരിക്കും UNലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്? സ്വാർത്ഥതയും സാമ്പത്തികവും താല്പര്യങ്ങളാക്കി യുദ്ധങ്ങൾ അവസാനിക്കരുത് എന്ന് ചിന്തിക്കുന്നവർ ആരൊക്കെയാണ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും കണ്ടോളൂ. ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന സംഘർഷങ്ങൾ എന്തുകൊണ്ട് UN പരിഹരിക്കുന്നില്ല എന്നും അത് ആരുടെ താല്പര്യങ്ങളാണ് എന്നും ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും എളുപ്പത്തിൽ മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മൾ ലോക സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പലരും സ്വന്തം ജീവിതത്തിലെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഭാഗമായി അറിവില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപമൊക്കെ നടത്തുന്നത് കാണാറുണ്ട്. ഇത് അച്ചടക്കമാണോ? ഒരിക്കലും അല്ല. കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ പുതിയതായിട്ട് നിക്ഷേപം തുടങ്ങുന്നവരും മുൻപരിചയമുള്ളവരും മോത്തിലാൽ ഒസ്വാലിൽ ഒരു സൗജന്യ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് എന്താണെങ്കിലും നല്ലതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പേഴ്സണൽ ഫൈനാൻസ് അഡ്വൈസറെയാണ് കിട്ടുന്നത്. പിന്നെ ഏത് ഷെയർ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ അഡ്വൈസായിട്ട് നമുക്ക് കിട്ടും. കൂടെ നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ചാൽ നിക്ഷേപിക്കുക വളരെ എളുപ്പമായിരിക്കും. ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, കസ്റ്റമൈസബിൾ മൾട്ടി അസറ്റ് വാച്ച് ലിസ്റ്റ് എന്നീ ഫീച്ചറുകൾ കൂടാതെ ക്വിക്ക് സ്റ്റോക്ക് SIP, മ്യൂച്വൽ ഫണ്ട്സ്, IPO, ബോൺസ്, FD എന്നിവയിലെല്ലാം എളുപ്പത്തിൽ നിക്ഷേപിക്കാനുള്ള അവസരവും ഇവിടെ ലഭ്യമാണ്. ആദ്യം തന്നെ വലിയ ഫണ്ടിലൊന്നും തുടങ്ങേണ്ട കാര്യമല്ല, ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. എന്താണെങ്കിലും ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഇല്ല. 1 മാസത്തേക്ക് 0 ബ്രോക്കറേജ് ആണ്. 1 വർഷത്തേക്ക് അഡ്മിഷൻ ചാർജസും ഉണ്ടാവില്ല. പിന്നെ പേഴ്സണൽ അഡ്വൈസർ ഇല്ലേ, ആ സേവനം സൗജന്യമായിരിക്കും. 1 മാസം കഴിഞ്ഞാൽ ഡെലിവറി ചാർജസ് 0.2% ആയിരിക്കുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും ആ സമയം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, ഫ്രീ അല്ലേ, ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാം ലോക മഹായുദ്ധശേഷം ലോക സമാധാനത്തിന് വേണ്ടി ഒരു ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ വേണമെന്ന ആവശ്യം ലോകമെമ്പാടും ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി 1920 ജനുവരി മാസം 10-ാം തീയതി ലീഗ് ഓഫ് നേഷൻസ് എന്നൊരു സംഘടന രൂപപ്പെടുകയാണ്. ആ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു ഇടം എന്നുള്ളതായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കാം. മറ്റ് രാജ്യങ്ങൾക്കും ആ പ്രശ്നങ്ങളിൽ ഇടപെടാം. പല സമയത്തും മധ്യസ്ഥത വഹിച്ച് വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവാതെ നിയന്ത്രിച്ച് നിർത്താനും സാധ്യതയേറെയാണ്. എന്നാൽ ലോകത്തുള്ള ശക്തമായ പല രാജ്യങ്ങളും ഇതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിനൊരു ഉദാഹരണമായിരുന്നു അമേരിക്ക. അമേരിക്ക ഈ ഒരു സംഘടനയുടെ ഭാഗമാവാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഇതൊരു ദുർബലമായ സംഘടന എന്ന രീതിയിലാണ് അറിയപ്പെട്ടത്. പക്ഷേ 1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൻ്റെ ഭാഗമായി പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കാനും ശത്രുവിനെ നശിപ്പിക്കാനുള്ള പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാനും ലോകത്തുള്ള പല രാജ്യങ്ങളും മത്സരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ യുദ്ധം ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശാസ്ത്രം ഇനിയും വികസിച്ച് കഴിഞ്ഞൊരു യുദ്ധമുണ്ടായാൽ ലോകം തന്നെ ഉണ്ടാവില്ല എന്ന ചിന്ത ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെയും മനസ്സിൽ വന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് പുതിയൊരു ലോകത്തിൻ്റെ ഉദയത്തോടെയായിരുന്നു. ആണവ യുദ്ധത്തോടെയാണ് ആ ഒരു മഹായുദ്ധം അവസാനിച്ചത്. ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും അടങ്ങുന്ന അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സ് പരാജയപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാം ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ അഥവാ അല്ലൈഡ് പവേഴ്സ് ആ യുദ്ധത്തിൽ വിജയിക്കുക കൂടെ ചെയ്യുകയാണ്. എന്താണെങ്കിലും വിജയിച്ച രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് 1945 ഒക്ടോബർ മാസം 24-ാം തീയതി UN അഥവാ യുണൈറ്റഡ് നേഷൻസ് രൂപം കൊള്ളുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ലോക സമാധാനമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആണവായുധമെല്ലാം അമേരിക്ക ജപ്പാനിൽ പ്രയോഗിച്ച് നിൽക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗം ഇനിയും വികസിക്കാൻ സാധ്യതയേറെയാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം തന്നെ അവസാനിച്ച് പോകുമെന്ന ഭയം കൊണ്ട് ലോകരാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവരുത് എന്ന തീരുമാനത്തോടെയാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൽ തോറ്റ രാജ്യങ്ങളും ഈ സംഘടനയുടെ ഭാഗമാവുന്നുണ്ട്. കാരണം ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്നത് അവരുടെ കൂടെ ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ആദ്യ സമയത്ത്
പീസ് ആൻഡ് സെക്യൂരിറ്റി മാത്രമായിരുന്നു ഈ സംഘടനയുടെ ഉദ്ദേശമെങ്കിൽ പിൽക്കാലത്ത് സുസ്ഥിര വികസനം, മനുഷ്യാവകാശം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഘടനയുടെ ഭാഗമായി മാറി. ഇന്ന് നോക്കിയാൽ 193 രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളാണ്. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും അടക്കം 6 പ്രിൻസിപ്പൽ ഓപ്പറേഷൻ സംഘടനകളാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായി നിലനിൽക്കുന്നതും. കാര്യം 193 രാജ്യങ്ങളുണ്ടെങ്കിലും ജനറൽ അസംബ്ലിയിലാണ് അവർക്കെല്ലാം ശബ്ദമുള്ളത്. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 15 അംഗരാജ്യങ്ങളായിരിക്കും ഇതിലുണ്ടാവുക. അതിനാണ് ലോക സമാധാനവും സുരക്ഷയുമെല്ലാം പ്രധാന ചുമതലയായിട്ട് വരുന്നത്. സെക്യൂരിറ്റി കൗൺസിലിലെ 15 രാജ്യങ്ങളില്ലേ, ആ രാജ്യങ്ങളിൽ 5 പേർ സ്ഥിരാംഗങ്ങളാണ്. പെർമനന്റ് 5 അല്ലെങ്കിൽ P5 എന്നെല്ലാം ഇവരറിയപ്പെടുന്നുണ്ട്. ഇത് ഏതെല്ലാം രാജ്യങ്ങളാണ്? പ്രധാനമായും 2ാം ലോക മഹായുദ്ധത്തിൽ വലിയ വിജയം കൈവരിച്ച രാജ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. US, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഈ 5 രാജ്യങ്ങൾ. എന്നാൽ ബാക്കി വരുന്ന 10 രാജ്യങ്ങൾ പെർമനന്റ് അംഗങ്ങളല്ല, അവർ സ്ഥിര അംഗങ്ങളല്ല. 2 വർഷം കൂടുന്ന സമയത്ത് മാറി മാറി വരുന്ന സ്ഥിരമല്ലാത്ത അംഗങ്ങളായിരിക്കും സെക്യൂരിറ്റി കൗൺസിലിലെ ബാക്കി വരുന്ന 10 പേർ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഒക്കെ വിഷയങ്ങളാവുന്ന സമയത്ത് ഈ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉന്നയിക്കപ്പെട്ടാൽ സെക്യൂരിറ്റി കൗൺസിലിൽ വോട്ടെടുപ്പ് നടത്താറുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച് ജനാധിപത്യപരമായി വോട്ടെടുപ്പ് നടക്കാറുണ്ട്. 15 രാജ്യങ്ങളായിരിക്കും വോട്ട് ചെയ്യുക, 5 സ്ഥിരാംഗങ്ങളും 10 സ്ഥിരമല്ലാത്ത താൽക്കാലിക അംഗങ്ങളും. 15-ൽ 9 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ സെക്യൂരിറ്റി കൗൺസിലിന് അധികാരമുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 സ്ഥിരാംഗങ്ങളുടെ വോട്ടിന് കുറച്ച് പ്രാധാന്യം കൂടുതലുണ്ട്. അല്ലെങ്കിൽ നോ എന്ന് വോട്ട് ചെയ്യാൻ, വീറ്റോ ചെയ്യാനുള്ള അധികാരം ഈ 5 സ്ഥിരാംഗങ്ങൾക്കുണ്ട്. 15-ൽ എത്ര വോട്ട് കിട്ടിയിട്ടും കാര്യമല്ല, ഒരു തീരുമാനത്തെ ഈ 5 സ്ഥിരാംഗങ്ങളിൽ ഒരു രാജ്യമെങ്കിലും വീറ്റോ ചെയ്യുകയാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല. സെക്യൂരിറ്റി കൗൺസിലിന് മറ്റൊരു പ്രത്യേകത കൂടെ. സെക്യൂരിറ്റി കൗൺസിൽ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കണമെന്നതാണ് UN-ൻ്റെ വ്യവസ്ഥ. അതേസമയം 193 രാജ്യങ്ങൾ ചേരുന്ന ജനറൽ അസംബ്ലി ഉണ്ടല്ലോ, അതും UN-ൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ 193 രാജ്യങ്ങളുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാവണം എന്നൊന്നുമില്ല. പലപ്പോഴും യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രതികരിക്കുന്ന സംഘടന മാത്രമാണ്, പരിഹരിക്കുന്ന സംഘടനയല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതേ വോട്ടിങ്ങിലുള്ള അനീതി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രവൃത്തി തന്നെയാണ്. ആ കാര്യം നമുക്ക് കൃത്യമായിട്ടെല്ലാം മനസ്സിലാവണമെങ്കിൽ P5 രാജ്യങ്ങൾ തങ്ങൾക്കുള്ള വീറ്റോ ചെയ്യാനുള്ള അധികാരം എങ്ങനെ ഉപയോഗിച്ചു അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു എന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ടത് മനസ്സിലാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. അമേരിക്കയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 82 തവണ അവർ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് വീറ്റോ പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരുമാനം നടപ്പിലാക്കണ്ട, അല്ലെങ്കിൽ ഈ കാര്യം ചർച്ച ചെയ്യണ്ട, ഈ കാര്യത്തിൽ UN ഇടപെടണ്ട എന്നുള്ള നോ അറിയിക്കുക എന്നതാണ് അർത്ഥം. ഇവരിങ്ങനെ 82 തവണ വീറ്റോ അധികാരം ഉപയോഗിച്ചതിൽ ബഹുഭൂരിപക്ഷം സമയവും നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രീതിയിലാണ്. ഉദാഹരണം പറയാനാണെങ്കിൽ ഇസ്രായേൽ ഫലസ്തീനിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ച് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു ചർച്ച നടത്തുകയാണ്. UN-ൻ്റെ ആവശ്യമായിട്ട് അത് നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. വോട്ടെടുപ്പിനിടുന്നു. 15-ൽ 14 രാജ്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വോട്ട് ചെയ്താലും അമേരിക്ക എന്ന ഒരൊറ്റ P5 രാജ്യം മാത്രം വീറ്റോ ചെയ്യുകയാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാവില്ല. ഇതേപോലെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തണോ വേണ്ടയോ, ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ചർച്ച ചെയ്യപ്പെട്ട സമയത്തെല്ലാം അമേരിക്ക വീറ്റോ അധികാരം പ്രയോഗിച്ചതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഒന്ന് റഷ്യയുടെ കാര്യം നോക്കാം. നാളിതുവരെ 125 തവണയാണ് റഷ്യ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ആരും അത്ര തവണ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടില്ല എന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വരുന്ന സമയത്ത് എവിടെയാണ് ലോക സമാധാനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുക? സ്വാഭാവികമായിട്ടും UN സെക്യൂരിറ്റി കൗൺസിലിലാണ്. അവിടെ വെച്ച് UN-ൻ്റേതായി ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ റഷ്യയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിൻ്റെ ചർച്ച നടക്കുകയാണ്. റഷ്യ എത്രയും പെട്ടെന്ന് യുക്രൈനിൽ നിന്ന് പിൻവാങ്ങേണ്ടതാണ്. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ലോകത്തോട് പറയാൻ വേണ്ടി ചർച്ച നടത്തി അതിനുശേഷം വോട്ടെടുപ്പിനിടുകയാണ്. റഷ്യ വീറ്റോ ചെയ്യുന്നു. അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിന് ഇടപെടാനും സാധിക്കുന്നില്ല. സംഭവം സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം തമാശയായിട്ട് തോന്നിയേക്കാം. കാരണം റഷ്യക്കെതിരെ ഒരു തീരുമാനം നടപ്പിലാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിന്
വോട്ടെടുപ്പിൽ ഏറ്റവും അധികം പവറോടെ വോട്ട് ചെയ്യുന്നത് ആരാണ്? റഷ്യയാണ്. റഷ്യ മാത്രം വേണ്ട എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാനും പറ്റില്ല. കാരണം എന്താണ്? T5 രാജ്യമാണ് റഷ്യ. റഷ്യക്ക് വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. 2014 യുക്രൈൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്ന മലേഷ്യൻ എയർലൈൻസിൻ്റെ പാസഞ്ചർ വിമാനം ഉണ്ടായിരുന്നു. യുദ്ധവിമാനമൊന്നുമല്ല, ജനങ്ങളെയും കൊണ്ട് യാത്ര നടത്തുന്ന ഒരു വിമാനമാണ്. അതിൽ 218 മനുഷ്യന്മാരും ഉണ്ടായിരുന്നു. ആ വിമാനത്തിന് നേരെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുകയാണ്. കരയിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ലാൻഡ് ടു എയർ മിസൈൽ കൊണ്ടാണ് ആ വിമാനം തകർന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. 218 പേര് മരണപ്പെട്ടു. ഉപയോഗിക്കപ്പെട്ട മിസൈലുകൾ റഷ്യൻ നിർമ്മിതമാണെന്നും വാർത്തകളുണ്ട്. ഈ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം യുണൈറ്റഡ് നേഷൻസ് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എവിടെയാണ്? യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച വന്ന സമയത്ത്, വോട്ടെടുപ്പ് നടത്തിയ സമയത്ത് ഇതിനെക്കുറിച്ച് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീറ്റോ ചെയ്ത രാജ്യമാണ് റഷ്യ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിന് ഇടപെടാൻ പറ്റുമോ? ഇല്ല എന്നതാണ് ഉത്തരം. സമാന രീതിയിൽ ചൈനയുടേത് നോക്കാം. തായ്വാനിന് സ്വാതന്ത്ര്യം വേണോ, അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് ചർച്ച വന്ന പല സമയത്തും ചൈന വീറ്റോ ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചൈനയ്ക്ക് താല്പര്യമുള്ള രാജ്യമാണ് മ്യാൻമർ. മ്യാൻമറിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും സമാധാനവും എല്ലാം സെക്യൂരിറ്റി കൗൺസിലിൽ ചർച്ചയായിരുന്നു. ആ സമയത്ത് മ്യാൻമറിനെതിരെ അന്വേഷണം വേണ്ട എന്ന കാര്യത്തിൽ വീറ്റോ ചെയ്തിട്ടുള്ളത് ചൈനയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മ്യാൻമറിൽ ആ സമയത്ത് എന്താണ് നടന്നത്? റോഹിംഗ്യൻ മുസ്ലിംസിനെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് അന്വേഷണം വേണ്ട, നടപടികൾ വേണ്ട എന്ന രീതിയിൽ വീറ്റോ ചെയ്യാൻ ചൈനയ്ക്ക് സാധിച്ചു എന്ന കാര്യം പ്രത്യേകം തിരിച്ചറിയുക. സമാന രീതിയിൽ തന്നെ ഫ്രാൻസും ബ്രിട്ടനും എല്ലാം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ റഷ്യയുടേതെല്ലാം നോക്കുകയാണെങ്കിൽ 10-1 എന്ന രീതിയിൽ മാത്രമാണ് അവർ വീറ്റോ അധികാരം ഉപയോഗിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ കാര്യത്തിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: എല്ലാവരുടെ വോട്ടിനും ഒരേ അധികാരമല്ലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇലക്ഷനിൽ പങ്കെടുക്കുകയാണ്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടിലുള്ള ഒരാൾ ചെയ്യുന്ന വോട്ടും ഒരു മിഡിൽ ക്ലാസ് മാൻ ചെയ്യുന്ന വോട്ടും നല്ല പവർഫുള്ളായിട്ടുള്ള പൊളിറ്റീഷ്യൻ ചെയ്യുന്ന വോട്ടും എല്ലാം ഒരേ രീതിയിലാണ് പരിഗണിക്കപ്പെടുക. എല്ലാ വോട്ടിനും ഒരേ വാല്യൂ ആണുള്ളത്. എന്നാൽ ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ട UN സെക്യൂരിറ്റി കൗൺസിലിൽ ചിലർക്ക് മാത്രം ചില പ്രത്യേക അധികാര അവകാശങ്ങളുണ്ട് എന്നും സം ആർ മോർ ഈക്വൽ എന്ന രീതിയിലാണ് ആ സംഘടന കൺസിഡർ ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വീറ്റോ പവറുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ വോട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും കാണാറുണ്ട്. ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ആ രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടിയും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് വെക്കുക. ആ രാജ്യത്തിന് വീറ്റോ പവർ ഉണ്ട് എന്നും നമ്മൾ ചിന്തിക്കുക. ആ സമയത്ത് സാമ്പത്തികം ലക്ഷ്യം വെക്കുന്ന ആ രാജ്യം യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുമോ ഇല്ലയോ? ചോദ്യം നിസ്സാരമാണ്. ഏറ്റവും ചെറിയ യുക്തി ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ യുദ്ധം അവിടെ അതുപോലെ നടക്കേണ്ടത് ആയുധം വിൽക്കുന്ന രാജ്യത്തിൻ്റെ മാത്രം ആവശ്യമാണ്. അഴിമതികളും ലൈംഗിക ആരോപണങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലുമെല്ലാം UN വലിയ പ്രതിസന്ധികളായി പല കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. എങ്കിലും യുണൈറ്റഡ് നേഷൻസിന് ലോക സമാധാനത്തിൽ വലിയ രീതിയിൽ ഇടപെടാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ മേൽപ്പറഞ്ഞത് തന്നെയാണ്. എന്നാൽ UN ഒന്നിനും കൊള്ളാത്തൊരു സംഘടനയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിൽ അർത്ഥമില്ല. ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പട്ടാളം പോലും പലപ്പോഴും യുണൈറ്റഡ് നേഷൻസിന് വേണ്ടി ജോലി ചെയ്തിട്ടുമുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളാണെങ്കിലും പല യുദ്ധങ്ങളിലും, അതായത് ഈ സ്ഥിരാംഗങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത യുദ്ധങ്ങളില്ലേ, അതിൽ സമാധാനം കൊണ്ടുവരുന്നതിലും പല രാജ്യത്തിൻ്റെയും ആഭ്യന്തര യുദ്ധങ്ങളിലും UN ഇടപെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ പട്ടിണി കുറയ്ക്കുന്നതിലും നമ്മുടെ ലോകം നാളെയും നിലനിൽക്കാൻ വേണ്ടി സുസ്ഥിര വികസനം മാതൃകയാക്കുന്നതിലും UN വലിയ പങ്കുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. എന്നാൽ ഈ സംഘടന പോരായ്മകളെ ഇല്ലാതാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നിയമങ്ങൾ ചിലപ്പോൾ ഉടച്ചു വാർക്കപ്പെടേണ്ടി വരും. പല തീരുമാനങ്ങളും തിരുത്തി എഴുതേണ്ടിയും വരും. നമുക്കിപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കാം. ലോക ജനസംഖ്യയുടെ 18% രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ്. ലോകത്തിൻ്റെ ഒരു സംഘടന, ലോക രാജ്യങ്ങളുടെ ഒരു സംഘടന. ആ സംഘടനയിൽ കുറച്ച് പേർക്ക് കുറച്ചധികം അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അവർക്ക് വീറ്റോ പവർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു രാജ്യത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളുള്ള, ലോക ജനസംഖ്യയുടെ 18% റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ലോകത്തിൻ്റെ സംഘടനയായിട്ട് മാറുക? അപ്പോൾ ഇന്ത്യ ഒരു സ്ഥിരാംഗമാവണം എന്നത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല. ആ സംഘടനയ്ക്ക് ലോകത്തിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റണമെങ്കിൽ പോലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കറിയുന്നത് പോലെ ചൈനയ്ക്ക്
വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ തീരുമാനത്തെ ഒറ്റയ്ക്ക് തന്നെ എതിർക്കാൻ സാധിക്കുന്നതാണ്. UN-ലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ ഫ്രാൻസിനും ബ്രിട്ടനും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. കൂടുതൽ രാജ്യങ്ങൾ വരണം എന്നവരാഗ്രഹിക്കുന്നു, പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ US-ഉം ചൈനയും റഷ്യയും ഈ തീരുമാനത്തിന് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ വീറ്റോ ഇങ്ങനെ ഉപയോഗിക്കണമെന്ന രീതിയിൽ നിയമങ്ങളൊന്നും സമീപഭാവിയിൽ ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. ആ സമയത്ത് മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ലോകത്തിൽ വലിയ പ്രതിസന്ധികൾ, വലിയ അപകടങ്ങൾ, വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വോളണ്ടറിയായി, അതായത് സ്വമനസാലെ ആ വീറ്റോ തീരുമാനം എടുക്കണമെന്ന് പലപ്പോഴും ചർച്ചയായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ വലിയ ദുരന്തങ്ങൾ, മാസ് അട്രോസിറ്റി എന്നത് പല രീതിയിലും വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രശ്നം വരികയാണ്, ഇത് മാസ് അട്രോസിറ്റിയാണ്, അതുകൊണ്ട് തന്നെ വീറ്റോ ചെയ്യാൻ പാടില്ല, നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ഒരുപക്ഷെ 2-3 രാജ്യങ്ങൾ പറഞ്ഞേക്കാം. ബാക്കി വീറ്റോ ചെയ്യുന്ന 2 രാജ്യങ്ങൾ പറയും ഇത് മാസ് അട്രോസിറ്റിയാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് തന്നെയാണ് ഭാഷയുടെ ഒരു പോരായ്മയും. എത്ര നിഷേധിച്ചാലും ലോകത്ത് അതിർത്തിയുണ്ട്. ഓരോ രാജ്യത്തിനും അവരുടെ നേട്ടങ്ങൾ മാത്രമാണ് ഏറ്റവും വലുത്. മറ്റൊരർത്ഥത്തിൽ ലോകം സ്വാർത്ഥതയ്ക്ക് പിന്നിൽ തന്നെയാണ്. എന്നാൽ ശക്തനെ ബഹുമാനിക്കുന്നതാണ് ഈ ലോകമെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ UN-ന് പോലും ബദലാവാൻ സാധിച്ചേക്കാവുന്ന തരത്തിൽ G20 എന്ന രാജ്യങ്ങളുടെ സംഘടനയെല്ലാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ ഏതെങ്കിലും വിഷയം വരുന്ന സമയത്ത് UN പോലും പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ചർച്ചകളിൽ ഇടപെടാതിരിക്കുക. ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ UN പറഞ്ഞല്ലോ എന്ന് പറയുന്നതിന് ഇത്രയൊക്കെ വാലിഡിറ്റിയേ ഉള്ളൂ. കാരണം അതെല്ലാം എപ്പോഴും ലോകത്തിൻ്റെ അഭിപ്രായമാവണമെന്നില്ല. ആ സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ താൽപ്പര്യങ്ങളുമായിരിക്കാം. കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെങ്കിലും കമൻറ്റിൽ എഴുതണം. കൂടുതൽ കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുന്നതാണ്. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ എന്താണെങ്കിലും ലൈക്ക് ചെയ്യണം. 1, 2, 3 പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോത്തിലാൽ ഒസ്വാൾ വഴി ഒരു സൗജന്യ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയാൽ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് എന്താണെങ്കിലും സൗജന്യമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലുണ്ട്. നല്ല അവസരങ്ങൾ എപ്പോഴും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അല്ലെങ്കിൽ ആ സമയം എന്ന് പറയുന്ന പ്രത്യേക സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവരെല്ലാം ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കെന്താണെങ്കിലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.